IAS ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് അല്ലെ. കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് IAS, IPS, IFS എക്സാം അഥവാ സിവിൽ സർവീസ് എക്സാം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിനു വേണ്ടി പഠിച്ചു തുടങ്ങേണ്ടത്. IAS ആഗ്രഹിക്കുന്ന ആളുകൾ എന്തൊക്കെ പഠിച്ചു തുടങ്ങണം, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ. അതിന്റെ ഡീപ്പിലോട്ട് നമ്മൾ പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇത് പറയുന്ന ഓരോ പോയിന്റ് പിന്നീടുള്ള പല വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിശദമായിട്ട് പറയും. ഒക്കെ നിങ്ങൾ കാണണം. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകളെ അതും കാണണം. എന്താണ് IAS എന്നുള്ള ഒരു ബേസിക് ധാരണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇവിടെ പറയുന്ന പല കാര്യങ്ങളുടെയും PDF ഞാൻ ഷെയർ ചെയ്യാന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, UPSC എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ. നമ്മൾ എന്തിലേക്കാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക, ഒരു ബേസിക് ധാരണ. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം. എന്താണ് UPSC, എന്താണ് ഈ എക്സാം, എങ്ങനെയാണ് എക്സാം വരുന്നത്, എത്ര ഘട്ടങ്ങളായിട്ടാണ്, എന്തൊക്കെ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അതിൽ സിലബസ് അടക്കമുള്ള ഒരു ബേസിക് ധാരണകൾ അതിനെ കുറിച്ച് ഉണ്ടാക്കാം. നമ്മളെ വീഡിയോസ് കണ്ടുണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബിലുള്ള ഒരുപാട് വീഡിയോസ് UPSC കുറിച്ചുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ അയക്കാം. സിലബസിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഉണ്ടാവും. ഇതൊക്കെ കണ്ട് എന്താണ് UPSC, എന്താണ് പഠിക്കാനുള്ളത്, ഏത് കാര്യത്തെ കുറിച്ച് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ അതിനുവേണ്ടി പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പഠനം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് വിത്ത് NCERT. ഏറ്റവും ബേസിക് കാര്യങ്ങൾ മുതൽ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റെപ്പ് 100 സ്റ്റെപ്പ് കയറുമ്പോൾ 100ാം സ്റ്റെപ്പിലേക്ക് ആരെങ്കിലും ചാടാറുണ്ടോ? ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ പോകണ്ടേ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഫൗണ്ടേഷനിലെ ഫസ്റ്റ് ഉണ്ടാകല്ലേ, ഫസ്റ്റ് പോയി വാർപ്പിടോ? ഇല്ല. അപ്പൊ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ NCERT ആണ്. സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ. അപ്പൊ NCERT 6ാം ക്ലാസ് മുതലുള്ള +2 വരെയുള്ള NCERT വായിച്ചു തുടങ്ങാം. ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട NCERT നിർബന്ധമായി വായിക്കാൻ NCERT ലിസ്റ്റ് ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ ഷെയർ ചെയ്തരാം. അതിൽ പറയുന്ന കംപ്ലീറ്റ് NCERT വായിച്ചു തുടങ്ങാം. എങ്ങനെ വായിക്കാം? NCERT ബുക്ക് എടുത്ത് വായിക്കാം. NCERTയുടെ വീഡിയോസ് കണ്ടു തുടങ്ങാം. നമ്മുടെ തന്നെ ഒരുപാട് NCERTയുടെ വീഡിയോസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് NCERTയുടെ മാത്രം നമ്മുടെ കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകൾ ഇനി ജിസ്റ്റ് ആയിട്ടും വായിക്കാം. ഫുൾ ടൈം വായിക്കാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ NCERT ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ളത് ജിസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന NCERT മാർക്കറ്റ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് NCERT വായിച്ചു തുടങ്ങാം. ഓൾറെഡി അറിയുന്ന ആളാണെങ്കിൽ ഒന്ന് വായിച്ചോ. ഒരു ബേസിക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡെയിലി 2 to 3 അവർ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് NCERTക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റീഡിങ് ന്യൂസ് പേപ്പർ ഡെയിലി. നമുക്ക് NCERT പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സിലേക്കും നമുക്ക് ഇന്റർവ്യൂലായാലും മെയിൻസിലായാലും ഒക്കെ നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് കറന്റ് അഫയേഴ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. ഓക്കെ, ഡെയിലി ഇവന്റ്സിലാണ് നടക്കുന്നത് എന്താണെന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പത്രം വായിച്ചു തുടങ്ങണം. ഡെയിലി എന്ത് ചെയ്യുക, പത്രം വായിക്കുക. അതിൽ ഗവൺമെന്റ് പോളിസികൾ, സ്കീമുകൾ, സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ, എൻവയോൺമെന്റ്, എക്കോണമി, ഇന്റർനാഷണൽ റിലേഷൻ, എഡിറ്റോറിയൽ, ഇതൊക്കെ ഫോക്കസ് ചെയ്യുക. അല്ലാതെ വെറുതെ ചറവറ അപകടം വാർത്ത, മരണം വാർത്ത, കൊലപാതകം വാർത്ത, മയക്കുമരുന്ന് വാർത്ത, ഇതിൽ നമ്മൾ അങ്ങനെ എത്ര ഇതാകണ്ട. സാമൂഹികമായിട്ട് ഇപ്പൊ ഡ്രഗ്സ് പോലത്തെ, മയക്കുമരുന്ന്, MDMA പോലത്തെ കാര്യങ്ങൾ സാമൂഹികമായിട്ട് അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ അറിയണം. പക്ഷേ ഡെയിലി അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു നമുക്ക് ആവശ്യമില്ല. നമ്മളൊരു ഓവറോൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പത്രം വായന തുടങ്ങുക. ഏത് പത്രം വായിക്കണം? പത്രം ഡെയിലി മലയാള പത്രങ്ങൾ വായിച്ചോ, പ്ലസ് അതിന്റെ കൂടെ ഒരു ഇംഗ്ലീഷ് പത്രം വായിച്ചോ. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. എങ്ങനെ പത്രം വായിക്കണം എന്നുള്ള വിശദമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. അത് പക്ഷെ നിങ്ങൾ ഇതാണ് ചെയ്തു തുടങ്ങേണ്ട കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോസ് കണ്ടു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, UPSC ഫസ്റ്റ് ഇതിലേക്ക് ആയത്തിലേക്ക് ഇറങ്ങാൻ കഴിയൂല. അങ്ങനെ അത് ഇറങ്ങാൻ ശ്രമിക്കുന്നതും നല്ലതല്ല. തുടക്കക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോസ് കാണാം. സിലബസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കാണാം. ബുക്ക് ലിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കാണാം. ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി കാണാം. അപ്പൊ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് UPSC ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് കണ്ടു തുടങ്ങുക. എല്ലാം കൂടി ഒരു ദിവസം കാണുന്നതല്ല, കുറച്ച് ഓരോ ദിവസം 1-2 വീഡിയോ വെച്ച് എന്ത് ചെയ്യുക, അത് കണ്ടു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ നിങ്ങൾ വായിക്കേണ്ട ചില സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിച്ചു തുടങ്ങാം. ബേസിക്സ് കാണുന്ന സമയത്ത്, ബുക്ക് ലിസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങൾ കേൾക്കും എല്ലാവരും പറയുന്ന ചില പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു തുടങ്ങാം. NCERT കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പൊളിറ്റിക്കൽ ലക്ഷ്മികാന്തും, ഹിസ്റ്ററിക്ക് സ്പെക്ട്രവും, ജോഗ്രഫിക്ക് GC ലിയോൺ പോലത്തെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം. ഞാൻ പറയുന്നത് നേരിട്ട് പോയി പുസ്തകം വായിച്ചങ്ങ് മനസ്സിലാവണം എന്നില്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു കോച്ചിങ് ഇതിന്റെ കൂടെ തുടങ്ങാൻ പറ്റാണ് നല്ലതാണ്.
അല്ലെങ്കിൽ മെന്റർഷിപ്പോട് കൂടി ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഒരു ക്ലാസ് കണ്ട് ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ധാരണ കൂടും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ടും പഠിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പഠിക്കാൻ പറ്റും നമ്മുടെ ഒരു ഫൗണ്ടേഷൻ പ്ലസ് PCM കോഴ്സ് ഉണ്ട്. വെറും 54,000 രൂപ വരുന്ന പ്രോഗ്രാം ഒരു പുതിയ ബാച്ചിലേക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് വെറും 16,499 രൂപക്ക് ഇൻക്ലൂഡിങ് GST നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അതാവുമ്പോൾ ക്ലാസ് കാണുക, ഈ പറയുന്ന പുസ്തകങ്ങൾ എന്താ വായിച്ചു തുടങ്ങുക. ഇനി സെൽഫായിട്ടാണെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക, പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഒരു ക്ലാസിന്റെ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം, കുറഞ്ഞ ഫീസേ ഉള്ളൂ. അപ്പൊ ഈ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സബ്ജക്ട് എന്നൊരു സംഗതി ഉണ്ട്, നമ്മളത് വിശദമായി പറഞ്ഞതാണ്. ഓപ്ഷനിൽ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ള വിശദമായിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സബ്ജക്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം അതിനെക്കുറിച്ച്. ഏത് ഓപ്ഷനിലെ തിരഞ്ഞെടുക്കണം, എല്ലാവരും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അല്ലെങ്കിൽ മെറ്റീരിയലും കോച്ചിങ്ങും ഒക്കെ അവൈലബിൾ ആണ്, സ്കോറിംഗ് ആണ് എന്നൊക്കെ തോന്നുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് 6ാമത്തെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടൈം ടേബിൾ ഉണ്ടാക്കുക. വെറുതെ പഠിച്ചു തുടങ്ങി കുറെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ പ്ലാനിങ് തയ്യാറാക്കുക, ഒരു ടൈം ടേബിൾ, രാവിലെ എപ്പം മുതൽ എപ്പം വരെ എത്ര സമയം ഓരോരോ സബ്ജക്ട്, NCERTക്ക് എത്ര, കറണ്ട് അഫയേഴ്സിന് എത്ര, സബ്ജക്ട്സിന് എത്ര, ഓപ്ഷനിൽ എത്ര, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ് തുടങ്ങുക. അതിൽ ബിഗിനേഴ്സ് NCERTക്കും കറണ്ട് അഫയേഴ്സിനും കൂടുതൽ സമയം കൊടുക്കും. NCERT വായിച്ച് ചെയ്യുമ്പോൾ അതിന് സമയം കുറയ്ക്കാൻ പറ്റും, റിവിഷൻ കൊടുത്താൽ മതി. ഓക്കെ, റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുമ്പോഴോ പലപ്പോഴും നമ്മൾ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോഴൊക്കെ ആവേശത്തിൽ പഠിച്ച് 2 ദിവസം പഠിച്ച് നിർത്തിയാലൊന്നും സിവിൽ സർവീസ് കിട്ടൂല. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് 1-2 വർഷം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ കൊണ്ടുപോകണം. മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കണ്ട് നോക്കാം. എങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം, ഡെഡിക്കേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അത് നമ്മുടെ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മോട്ടിവേറ്റഡ് ആയിരിക്കുക. നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ മെന്റലി ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങളും തയ്യാറാണെങ്കിൽ 2 വർഷത്തിനുള്ളിലായിട്ട് നിങ്ങളും സർവീസിൽ എത്തും എന്ന കാര്യം തീർച്ചയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പഠനം തുടങ്ങുക. ഞാൻ തന്നെ ഡയറക്റ്റ് കൊടുക്കുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിന്റെ 1-to-1 മെന്ററിങ്ങിന്റെ ഭാഗമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സെൽഫായിട്ട് പഠിക്കുന്നവർക്കും ഒക്കെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ മറ്റുള്ള UPSCയുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങുന്നുള്ള വിശദമായ കാര്യങ്ങളുമായി പിന്നീട് വരാം. അതുവരേക്കും ബൈ.